സംബോധനയുടെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളൊക്കെ അവിടെ സുഹൃത്തുക്കളല്ലേ. എല്ലായിടത്തും ഈ AI കുഴപ്പമാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും ശാസ്ത്രത്തിലാണെങ്കിലും ഒക്കെ AI ഇത് വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. അത് പ്രഭാവർമ്മ ശക്തിയായിട്ട് അത് നേരിട്ടു. അതിമനോഹരമായിട്ട് നമ്മുടെ പ്രഭാവർമ്മ നേരിട്ടു. പക്ഷേ ആരും സോഹൻ്റെ അടുത്ത് എത്തിയില്ല. കാരണം സോഹൻ റോയ് എവിടെയാണെന്നറിയാമോ? സുനിത വില്യംസിൻ്റെ അടുത്താണ്. അത്രത്തോളം ഔന്നത്യത്തിൽ പോയ സോഹന് മാത്രമേ 4 വരിയിൽ ഡെയിലി കവിത എഴുതാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ അണുകാവ്യത്തെക്കുറിച്ച് ഇവിടെ പലരും പറഞ്ഞെങ്കിലും മലയാളത്തിലെ കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷമുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സരണിയാണത്. അതായത് ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക നേടുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദംബരൂ എന്ന് പറയുന്ന കുഞ്ചൻ നമ്പ്യാരിലേക്ക് നമ്മുടെ മലയാളത്തെ എത്തിച്ച മലയാളത്തിൻ്റെ ഒരു ഏറ്റവും അത്യന്താധുനിക കവിയാണ് സോഹൻ എന്ന് ഞാൻ വിളിച്ച് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ കൈയടിക്കണം. കാരണം മറ്റൊന്നും എനിക്ക് പറയാനില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ പരിമിതമായ വാക്കുകളിൽ നമ്മുടെ എല്ലാ ആൾക്കാരും സംസാരിച്ചു. പക്ഷേ ആരും ഈ പോയിൻ്റ് പറഞ്ഞില്ല. ഈ സോഹൻ റോയ് എവിടെ ആയിരുന്നു ഇത്രയും കാലം? ഈ മനുഷ്യൻ ലക്ഷക്കണക്കിന് കവിതയിട്ട് ആരാ ഇദ്ദേഹത്തെ നോക്കാഞ്ഞത്? ആലോചിക്കേണ്ടതാണ്. നോക്കിയത് എപ്പോഴാണെന്നറിയാമോ? ഞാനൊരു സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്രാവണവൽഗോള എന്നൊരു കൃതി എഴുതി. അതൊരു ഖണ്ഡകാവ്യമാണ്, വൃത്താധിഷ്ഠിതമായ കവിതയാണ്. ഈ കവിത കണ്ടെത്തി എന്നെ ഫോണിൽ കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത മനുഷ്യനാണ് ഇദ്ദേഹം. നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ പറയുകയാണ്. ഇതിൻ്റെ ആൻറ്റിന എവിടെ നിന്നാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഞെട്ടിപ്പോയി. താനിത് മോഷ്ടിച്ചതാണോ ചൂണ്ടിയതാണോ എന്നാണ് ലോക്കൽ ഭാഷ. ഞാൻ പറഞ്ഞല്ല. വീണ്ടും അദ്ദേഹം ചോദിച്ചു. അവസാനം എന്നോടുള്ള ചോദ്യം നിർത്തിയിട്ട് അദ്ദേഹം എന്താ അറിയാമോ? ലോകത്തോട് ചോദിച്ചു, പ്രപഞ്ചത്തോട് ചോദിച്ചു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ 10-71 വയസ്സുള്ള ഞാൻ, മമ്മൂട്ടിയേക്കാൾ 1 വയസ്സ് കൂടുതലോ കുറവാണ്, ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടപ്പോഴോ ഭീകരമായ അംഗീകാരം. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ കൃതിയോ ഒന്നുമല്ല, അത്രമാത്രം നിഷ്കൃഷ്ടമായിട്ട് കവിത അനലൈസ് ചെയ്യാനുള്ള സോഹൻ്റെ കഴിവ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. എന്താണ്? ചെറുപ്പം മുതലേ പഠിപ്പിക്കുക. അതും സംസ്കൃതത്തിലെ ഏറ്റവും ഉയർന്നമായ ബിരുദം KR ഗൗരി അമ്മയുടെയൊക്കെ കാലത്ത് വരെ നേടിയെടുത്ത അവരുടെയൊക്കെ സതീർത്ഥിയായിരുന്നു. ആ സ്ത്രീയുടെ മകനാണ് ഇയാൾ. ആ മകൻ പാചകം ചെയ്യാനറിയാം. എല്ലാ കാര്യങ്ങളും ഈ സോഹനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആര്? ഈ അമ്മ. അങ്ങനെ ശരിക്കും മലയാളം പഠിപ്പിച്ചു. നമ്മുടെ എല്ലാ ഒരു വലിയ ദൂഷ്യം എനിക്കടക്കം മലയാളത്തിലെ കറക്റ്റായിട്ടുള്ള ഉച്ചാരണം ഇല്ല എന്നുള്ളതാണ്. ഒരിക്കൽ വാസുവേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. കവിതയൊക്കെ എഴുതും, പക്ഷേ ഉച്ചാരണം ശരിയല്ല. ഇത് പറയാനുള്ള കാരണം എന്താണ്? വൈലോപ്പള്ളി പോലുള്ള വലിയ മനീഷികളുടെ അടുത്താണ് പോയിരിക്കുന്നത് വാസുവേട്ടനെ പോലെ ചെറിയ ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മലയാളത്തോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കാൻ ഞങ്ങളൊക്കെ ശ്രമിച്ചപ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ പ്രഭാവർമ്മയൊക്കെ കഷ്ടപ്പെട്ട് ശ്രമിക്കുകയാണ്. അതിനെതിരെ കുറേ ആൾക്കാർ വൃത്തവും ഇല്ല, ചതുരവും ഇല്ല, ഭാവിയില്ല, ഭൂതവും ഇല്ല, എന്തും എഴുതും എന്ന് പറഞ്ഞ് കഥയും കവിതയും നോവലും ബാലസാഹിത്യവും എന്ന് വേണ്ട എല്ലാം എഴുതിയിട്ട് മരണം വന്നിട്ടും പിന്നെ എഴുത്താണ്. ഇങ്ങനെ കുറേ ആൾക്കാർ എഴുതി നശിപ്പിച്ചതാണ് മലയാള സാഹിത്യം. പക്ഷേ അതിൽ നിന്നൊരു റിസറക്ഷൻ ഉണ്ടാവാനുള്ള ആദ്യത്തെ നാന്ദിയാണ് ഇദ്ദേഹത്തിൻ്റെ അണുമഹാകാവ്യം. അക്കാഡമിയിൽ MDയെയും അക്കിത്തത്തിനെയും ഇവരൊക്കെ ഇരിപ്പുണ്ട്. ഇവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ക്ഷേത്രം. ഇവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അടുത്ത തലമുറയ്ക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു വലിയ നാന്ദിയാണ് സോഹൻ്റെ ഈ പരീക്ഷണം. മാത്രമല്ല, ഈ കവിതയെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ അഭിപ്രായം, ഉണ്ണികൃഷ്ണൻ ഞെട്ടിപ്പോയിരുന്നു. ഉണ്ണികൃഷ്ണൻ പലപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സാഹിത്യം തുടങ്ങിയപ്പോൾ തൊട്ടേ പുള്ളി ഞെട്ടുകയാണ്. കാരണം ഇതിനോടുള്ള ജനങ്ങളുടെ സമീപനം, അവഹേളനം, ആശംസകൾ ഇതൊക്കെ ഉണ്ട്. ഞാനിവിടെ പെട്ടെന്ന് ഓർമ്മിക്കുന്നത് പവനെയാണ്. ഈ പവനൻ എന്ന് പറഞ്ഞൊരാൾ ഈ രാജ്യത്തുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മ കാണും. അദ്ദേഹം ഈ സാഹിത്യ അക്കാദമിയുടെ ജീവാത്മാവും പരമാത്മാവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കത്തി കയറുകയാണ്, പക്ഷെ പറയുന്നതൊക്കെ പോയിൻറ്റ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് പുതിയ തലമുറ. ഞാൻ പിന്നെ സോഹനെ തെറ്റിദ്ധരിപ്പിച്ചതല്ല. ഇവിടെ സാഹിത്യയുടെ സമ്മേളനത്തിന് ഒരുപാട് പേര് വരുമെന്ന് ഞാനതിൽ പറഞ്ഞു. അദ്ദേഹം നോക്കുമ്പോൾ സാമാന്യ ശുഷ്കമായ ഓഡിയൻസ് ആണെന്ന് അദ്ദേഹം തോന്നി. പക്ഷേ ഒരാൾ സാഹിത്യമെന്നും പറഞ്ഞ് രാവിലെ 8 മണി മുതൽ ഉച്ചവരെയല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. പലരും പോയി
ഉറങ്ങിക്കാണുമില്ല, മരിച്ചു കാണും. വീണ്ടും ഇരിക്കുന്ന ഇവരുടെ സഹനശക്തിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാനെൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എൻ്റെ കൂടെ അത് പ്രഖ്യാപിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ കൂടെ അടുത്ത തലമുറയിലെ ഏറ്റവും നല്ല മുഖമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്, ജിജു ജേക്കബ് എന്നാണ്. മമ്മൂട്ടി കേൾക്കണ്ട, ഒരു പക്ഷേ അയാൾ മമ്മൂട്ടിയാകുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ആൾ എനിക്ക് പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ യോഗ്യനില്ലെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം വരുന്നുണ്ട്. ചെരുപ്പിന് വാറില്ലെങ്കിലും ഞാൻ യോഗ്യനില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. സാഹിതിക്കും ഉണ്ണികൃഷ്ണനും ഇവിടെ സ്റ്റേജിലിരുന്നൊക്കെ കൂടുതൽ കേൾക്കാനിരുന്ന നിങ്ങളാണ് സാഹിത്യകാരന്മാർ. നിങ്ങൾ വിലയിരുത്തുക, നിങ്ങൾ നല്ല ചെറുപ്പക്കാരെ കണ്ടുപിടിക്കുക, അവരെ കൊണ്ട് എഴുതിക്കുക. അങ്ങനെ അടുത്ത വർഷം ഈ സാഹിത്യ അക്കാദമി തന്നെ കുറേ കൂടെ ധന്യമാവട്ടെ. ഈ എഴുത്തുകാരൊക്കെ സന്തോഷിക്കട്ടെ. കോഴിക്കോട്ടു നിന്നൊക്കെ ആൾക്കാർ വന്ന് പ്രസംഗിക്കുമ്പോൾ ഇവരൊക്കെ തിക്കോടിയിൽ നിന്നൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു സാർവലൗകിക സാഹിത്യ സാംസ്കാരിക വിപ്ലവത്തിന് വേദി ഒരുക്കുന്ന ഒരു കാവൽ ഭടനായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ്റെ കൂടെയുള്ള മറ്റെല്ലാ ഉണ്ണികൃഷ്ണന്മാരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൃദ്ധൻ എൻ്റെ പ്രസംഗം വൃദ്ധവിലാപം അവസാനിപ്പിക്കുന്നു.